നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല യുവതീ പ്രവേശന കേസിൽ സുപ്രീം കോടതി വിധി എന്തായിരിക്കും? കേസ് പരിഗണിക്കുന്ന കോടതിയിൽ ഇക്കഴിഞ്ഞ 2 സിറ്റിംഗുകളിൽ ഉണ്ടായ നിരീക്ഷണങ്ങളിൽ നിന്ന് റിസൾട്ട് വ്യക്തമാണ്. ശബരിമല കേസ് സുപ്രീം കോടതി തള്ളും. യുവതീ പ്രവേശനം അനുവദിക്കില്ല. സാങ്കേതിക കാര്യങ്ങളുടെ പേരിലായിരിക്കും അപ്പീൽ തള്ളുക. കേരളം ഇന്നലെ തെരഞ്ഞെടുപ്പിനായി പോളിംഗ് ബൂത്തിലേക്ക് ചെന്നപ്പോൾ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ ശബരിമല വിഷയത്തിലെടുത്ത കർശന നിലപാടിനെ കേരളത്തിൽ നിന്നും പിന്തുണ ലഭിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി. ശബരിമല യുവതീ പ്രവേശന കേസിൽ നിർണായക ചോദ്യവുമായി ഭരണഘടനാ ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് BV നാഗരത്ന രംഗത്തെത്തിയത് ഇന്നലെയാണ്. ശബരിമല ക്ഷേത്രവുമായി ബന്ധമില്ലാത്തവരും അയ്യപ്പ ഭക്തരല്ലാത്തവരുമായുള്ള ആവശ്യം എന്തിനാണ് പരിഗണിച്ചതെന്നാണ് ജസ്റ്റിസ് നാഗരത്ന കീഴ്ക്കോടതികളോട് ആരാഞ്ഞത്. യുവതീ പ്രവേശനം ആവശ്യപ്പെട്ട് അയ്യപ്പ ഭക്തരായ ആരും കോടതിയെ സമീപിച്ചിട്ടില്ലെന്നും ജസ്റ്റിസ് വിശദീകരിച്ചു. ശബരിമല യുവതീ പ്രവേശന വിഷയം പരിഗണിക്കുന്ന 9 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ മുമ്പാകെ സോളിസിറ്റർ ജനറൽ വാദം ഉന്നയിക്കുമ്പോഴാണ് നിർണായക ചോദ്യവുമായി ജസ്റ്റിസ് നാഗരത്ന രംഗത്തെത്തിയത്. യുവതീ പ്രവേശന ആവശ്യവുമായി ഏതെങ്കിലും വ്യക്തി സിവിൽ കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിൽ കോടതിയിൽ നിന്ന് ഉയരുന്ന ആദ്യ ചോദ്യം നിങ്ങൾക്ക് കേസുമായുള്ള ബന്ധം എന്താണെന്നായിരിക്കും. ബന്ധം വിശദീകരിക്കാനായില്ലെങ്കിൽ അപ്പോൾ തന്നെ കേസ് തള്ളുമെന്നും ജസ്റ്റിസ് BV നാഗരത്ന ചൂണ്ടിക്കാട്ടി. അയ്യപ്പ ഭക്തരായ ആരുമല്ല ശബരിമല യുവതീ പ്രവേശനത്തിനായി കോടതിയെ സമീപിച്ചതെന്നും ജസ്റ്റിസ് BV നാഗരത്ന ചൂണ്ടിക്കാട്ടി. ഇക്കാര്യം കണക്കിലെടുത്തുവെങ്കിൽ 2006 തന്നെ കേസ് തള്ളിയേനെയെന്നും 9 അംഗ ഭരണഘടനാ ബെഞ്ചിന് നേതൃത്വം നൽകിയ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അഭിപ്രായപ്പെട്ടു. എന്നാൽ 5 അംഗ ഭരണഘടനാ ബെഞ്ച് ഉൾപ്പെടെ ഈ വിഷയം പരിഗണിച്ച ശേഷമാണ് വിഷയം വിശാല ബെഞ്ചിന് വിട്ടത് എന്നും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. ജഡ്ജിമാരുടെ നിരീക്ഷണത്തോട് യോജിച്ച സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് തനിക്ക് കോടതിയെ സമീപിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞു. താൻ അങ്ങനെ സമീപിച്ചാൽ അതിനുള്ള അവകാശം തനിക്ക് എന്താണെന്ന് കോടതി ആരായുമെന്നും തുഷാർ മേത്ത പറഞ്ഞു. പഞ്ചാബിൽ രജിസ്റ്റർ ചെയ്ത ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷനാണ് ശബരിമലയിൽ യുവതീ പ്രവേശനത്തിനായി കോടതിയെ സമീപിച്ചതെന്നും സുപ്രീം കോടതിയിൽ എഴുതി നൽകിയ വാദത്തിൽ സോളിസിറ്റർ ജനറൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ സംഘടനയ്ക്ക് ശബരിമലയെക്കുറിച്ച് അറിയില്ലെന്നും കേന്ദ്ര സർക്കാർ എഴുതി നൽകിയ വാദത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മാസത്തിൽ 3 ദിവസം സ്ത്രീകളെ തൊട്ടുകൂടാത്തവരായി കാണാൻ പാടില്ലെന്ന് ജസ്റ്റിസ് BV നാഗരത്ന പറഞ്ഞത് ഇതിന് 1 ദിവസം മുമ്പാണ്. ശബരിമലയിലെ കാര്യം 4 ദിവസത്തേക്കുള്ളതല്ലെന്നും പ്രത്യേക പ്രായപരിധിയിലുള്ള സ്ത്രീകൾക്കാണ് വിലക്കെന്നും കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ച വിധിയിൽ പുനഃപരിശോധന തേടിയുള്ള ഹർജിയിൽ കേന്ദ്ര സർക്കാർ വാദം ഉന്നയിക്കുന്നതിനിടെയാണ് ക്ഷേത്രത്തിൽ സ്ത്രീകൾക്കുള്ള വിലക്കിനെക്കുറിച്ചും ജസ്റ്റിസ് നാഗരത്നയുടെ പരാമർശം. എന്നാൽ ശബരിമലയിലെ സവിശേഷമായ ആചാര രീതി ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നും തുഷാർ മേത്ത പറഞ്ഞു. യുവതികളെ വിലക്കുന്നത് ഒരു തരത്തിൽ തൊട്ടുകൂടായ്മയാണെന്നും 2018 വിധിയിൽ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിനോട് കടുത്ത വിയോജിപ്പുണ്ടെന്നും ഇന്നലെ വാദത്തിനിടെ തുഷാർ മേത്ത പറഞ്ഞപ്പോഴാണ് ജസ്റ്റിസ് നാഗരത്ന ഇടപെട്ടത്. ആർത്തവത്തിന്റെ ആദ്യ 3 ദിവസം തൊട്ടുകൂടായ്മയും അത് അവസാനിക്കുന്ന 4ാം ദിവസം ആകാമെന്ന നിലപാട് പറ്റില്ലെന്നും ജസ്റ്റിസ് നാഗരത്ന പറഞ്ഞു. ആർത്തവ വിഷയത്തെക്കുറിച്ചല്ല തന്റെ വാദമെന്നും തുഷാർ മേത്ത പറഞ്ഞെങ്കിലും 3 ദിവസം തൊട്ടുകൂടായ്മയും 4ാം ദിവസം ഇത് ഒഴിവാക്കുന്നത് പറ്റില്ലെന്നും ജസ്റ്റിസ് ആവർത്തിച്ചു. തുടർന്നാണ് ശബരിമലയിലെ കാര്യം തുഷാർ മേത്ത സൂചിപ്പിച്ചത്. സ്ത്രീയാണ് എന്നതോ ആർത്തവമോ പരിഗണിച്ചല്ല ശബരിമലയിലെ യുവതീ പ്രവേശന വിലക്കെന്നും നിശ്ചിത പ്രായപരിധിക്കാർക്കാണ് വിലക്കെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തെ എല്ലാ അയ്യപ്പ ക്ഷേത്രങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശിക്കാം. സവിശേഷ ആചാരമുള്ള ക്ഷേത്രമാണ് ശബരിമല. മതവിഭാഗങ്ങളുടെ ആചാരങ്ങൾ ബഹുമാനിക്കപ്പെടണം. ഗുരുദ്വാരയിൽ കയറുന്നയാൾക്ക് അയാളുടെ തല മറയ്ക്കണം. വ്യക്തി എന്ന നിലയിലുള്ള അന്തസ്സും തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യവും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യം അവിടെ നിഷേധിക്കപ്പെടുന്നില്ല. വിശ്വാസത്തോടും മതത്തോടുമുള്ള ആദരവാണത്. ഗുരുദ്വാരയിൽ എന്ന പോലെ അജ്മീർ ദർഗയിൽ പോലും തല മൂടണമെന്നും സോളിസിറ്റർ ജനറൽ പറഞ്ഞു. ശബരിമല യുവതീ പ്രവേശന കേസിന്റെ പുനഃപരിശോധന ഹർജികളുടെ പശ്ചാത്തലത്തിലാണ് കേസ് പരിഗണിക്കുന്നതെങ്കിലും അതിന്റെ വസ്തുതകളിലേക്ക് കടക്കില്ലെന്നും ഇന്നലെയും ഭരണഘടനാ ബെഞ്ച് ആവർത്തിച്ചു.
ശബരിമലയിലേതടക്കം വിഷയങ്ങൾ ഉയർന്നു വരുമെങ്കിലും വിവിധ മതവിഭാഗങ്ങളിലെ ആചാരവും സ്ത്രീയും അവരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്ന 7 ഭരണഘടനാപരമായ ചോദ്യങ്ങളാണ് ബെഞ്ച് പരിഗണിക്കുക. ഇതിൽ നിന്നും കേസ് തള്ളിപ്പോകുമെന്ന് ഉറപ്പാണ്. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള വിധിയെ സുപ്രീം കോടതിയിൽ ശക്തമായി എതിർക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. മതാചാരങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം കോടതികൾക്കില്ലെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത്. ഒരു മതവിഭാഗത്തിൽ പരിഷ്കരണം കൊണ്ടുവരാനുള്ള അവകാശം ഭരണഘടനയുടെ 25(1) അനുച്ഛേദ പ്രകാരം വ്യക്തികൾക്കില്ലെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കും. ശബരിമല കേസ് പരിഗണിക്കുന്ന പുതിയ 9 അംഗ ഭരണഘടനാ ബെഞ്ചിന് മുമ്പാകെ കേന്ദ്ര സർക്കാർ തങ്ങളുടെ വാദം ഇതുവരെയും എഴുതി നൽകിയിട്ടില്ല. എന്നാൽ 9 അംഗ ഭരണഘടനാ ബെഞ്ച് തയ്യാറാക്കിയ ചോദ്യങ്ങൾക്ക് 2019 കേന്ദ്ര സർക്കാർ തങ്ങളുടെ വാദം തയ്യാറാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാകും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത തന്റെ വാദം ഉന്നയിക്കുക എന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. യുവതീ പ്രവേശന വിധിയിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ടാൽ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാദങ്ങളും ഇവയാണ്. ലോകത്തെ വിവിധ കോടതികളും മതാചാരങ്ങൾ സംബന്ധിച്ച വിഷയങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിലെ കോടതികൾ മതാചാരങ്ങളിൽ തീർപ്പ് കൽപ്പിക്കരുതെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. മതം, മതവിഭാഗങ്ങൾ എന്നിവ സംബന്ധിച്ച നിർവചനം നൽകാൻ കോടതികൾക്കാകില്ല. ഒരു മതാചാരം അനുപേക്ഷണീയമായ മതാചാരമാണോ എന്നത് പരിശോധിക്കാൻ കോടതിക്ക് അധികാരമില്ല. മറിച്ച് ആ മതവിഭാഗം ആത്മാർത്ഥമായി ആ ആചാരം പിന്തുടരുന്നുണ്ടോ എന്ന കാര്യം മാത്രമാണ് കോടതിക്ക് പരിശോധിക്കാൻ കഴിയൂ. ശിരൂർ മഠം കേസിൽ ഇക്കാര്യം ഭരണഘടനാ ബെഞ്ച് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര നിലപാട്. ഇതാണ് ജസ്റ്റിസ് നാഗരത്നയുടെ നിലപാട് മാറ്റത്തിന് കാരണം. മൗലിക അവകാശങ്ങൾ സന്തുലിതമാക്കുക എന്നതായിരിക്കണം കോടതികളുടെ നിലപാട്. ഒന്നിനു മുകളിൽ മറ്റൊന്ന് അടിച്ചേൽപ്പിക്കുക എന്നതായിരിക്കരുതെന്നും സർക്കാർ കോടതിയിൽ വാദിക്കും. ഭരണഘടനയുടെ 25-26 അനുച്ഛേദങ്ങൾ പ്രകാരം ഹിന്ദുമത വിശ്വാസികൾക്ക് മതാചാരങ്ങൾ, ആരാധനാ രീതികൾ എന്നിവയിൽ ലഭിക്കുന്ന അവകാശങ്ങൾ ഭരണഘടനയുടെ 14-ാം അനുച്ഛേദ പ്രകാരമുള്ള ലിംഗസമത്വവുമായി പരിശോധന പാടില്ലെന്ന സുപ്രധാന നിലപാടും കേന്ദ്രം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കും. ഹിന്ദുമതത്തിന്റെ പല ആരാധനാലയങ്ങളിലും ഇത്തരം ചില പ്രത്യേകതകൾ ഉള്ള കാര്യം കേന്ദ്രം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയേക്കും. കേരളത്തിലെ ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല, ചക്കളത്തുകാവിലെ നാരീപൂജ, പുഷ്കറിലെ ബ്രഹ്മക്ഷേത്രത്തിലെ ആചാരങ്ങൾ എന്നിവയാണ് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആലോചിക്കുന്നത്. ഭരണഘടനയുടെ 26-ാം അനുച്ഛേദ പ്രകാരമുള്ള അവകാശങ്ങൾ മതത്തിന് മാത്രമല്ല മതവിഭാഗങ്ങൾക്ക് കൂടി ഉള്ളതാണെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ വാദിക്കും. മതാചാരങ്ങളിലെ മാറ്റവും പരിഷ്കാരങ്ങളും കൊണ്ട് വരാനുള്ള അധികാരം സമൂഹത്തിനും നിയമനിർമ്മാണ സഭയ്ക്കുമാണെന്നും സർക്കാർ കോടതിയിൽ വിശദീകരിക്കും. ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കും എന്ന സത്യവാങ്മൂലം സമർപ്പിച്ചത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ്. ഇതിന് വിപരീതമായിട്ടാണ് ഇടതുമുന്നണി സർക്കാർ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് നൽകിയത്. എല്ലാ മതങ്ങളിലും സ്ത്രീവിരുദ്ധമായ ആചാരങ്ങളും നിയമങ്ങളുമുണ്ട് എന്നതാണ് വസ്തുത. പുരാതന കാലത്ത് വേരൂന്നിയ പാരമ്പര്യങ്ങളിൽ പലതും ലിംഗസമത്വത്തിന്റെ ആധുനിക നിലപാടുകളുമായി യോജിക്കുന്നതുമല്ല. ജനാധിപത്യ സമൂഹത്തിൽ നിലനിന്ന നിയമങ്ങൾ പോലും പിന്നീട് സ്ത്രീവിരുദ്ധം എന്ന് തിരുത്തപ്പെട്ടവയാണ്. ഇക്കാര്യത്തിൽ ഹിന്ദുമതം മാത്രമാണ് നന്നാകാനുള്ളത് എന്നാണ് CPM ഒളിഞ്ഞും തെളിഞ്ഞും പ്രചരിപ്പിക്കുന്നത്. ഹിന്ദു സമൂഹത്തിൽ മാത്രം ഇങ്ങനെ ലിംഗസമത്വം മതി എന്നാണ് CPM വാദം. മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശന വിഷയത്തിലോ മുസ്ലിം സ്ത്രീകളുടെ സ്വത്തവകാശ വിവാഹമോചന വിഷയത്തിലോ ഒന്നും തന്നെ സംസ്ഥാന സർക്കാർ ലിംഗസമത്വത്തിൽ നിലപാടെടുത്തിട്ടില്ല. മുസ്ലിം ആചാരങ്ങൾക്കൊപ്പമാണ് CPM സർക്കാരും നിലകൊണ്ടത്. മുസ്ലിം സ്ത്രീകൾക്ക് ഏതൊരു പള്ളിയിലും കയറാം എന്നൊരു കോടതി വിധി ഉണ്ടാവുകയും മുസ്ലിങ്ങളിൽ വലിയൊരു വിഭാഗം അതിനെ എതിർക്കാൻ തെരുവിലിറങ്ങുകയും ചെയ്താൽ ശബരിമല വിഷയത്തിൽ എന്നതുപോലെ പിണറായി സർക്കാർ നിലപാട് എടുക്കുമോ എന്നതാണ് കാതലായ ചോദ്യം. ഇല്ല. CPMന്റെ പലസ്തീൻ തട്ടിപ്പ് മുസ്ലിങ്ങൾ പൊളിച്ചുവിട്ടതുപോലെ ശബരിമല തട്ടിപ്പ് ഹിന്ദുക്കൾ പൊളിച്ചുവിട്ടു. അതിൻ്റെ മാനസിക ആഘാതമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ശബരിമലയിലെ സുപ്രധാന സുപ്രീം കോടതി വിധി യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് LDF സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു. UDF സർക്കാരിൻ്റെ കാലത്ത് നിയോഗിച്ച പ്രയാർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായ ദേവസ്വം ബോർഡ് യുവതീ പ്രവേശനത്തിനെതിരായ നിലപാട് തന്നെയാണ് ഈ ഘട്ടത്തിൽ സ്വീകരിച്ചത്.
ഇതിന്റെ പേരിൽ ബോർഡും പിന്നീട് വന്ന ഇടത് സർക്കാരും മുടക്കി. തുടർന്ന് ഇടത് സർക്കാർ നിയോഗിച്ച ബോർഡ് വിധിയുടെ പുനഃപരിശോധനാ ഹർജിയുടെ ഘട്ടത്തിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചു. പുതിയ സത്യവാങ്മൂലം നൽകി. സമൂഹം കാലത്തിനൊത്തു മാറണമെന്നും ക്ഷേത്രാചാരങ്ങൾ ഭരണഘടനാ ധാർമ്മികതയ്ക്ക് വിരുദ്ധമാകരുത് എന്നായിരുന്നു അതിലെ വാദം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നൽകിയ ആചാര സംരക്ഷണം ഉറപ്പുവരുത്തുന്ന സത്യവാങ്മൂലം പിൻവലിച്ച് യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന സത്യവാങ്മൂലം LDF സർക്കാർ നൽകിയതാണ് കേസിൽ വഴിത്തിരിവായത്. ഈ നിലപാട് തിരുത്തി ആചാര സംരക്ഷണത്തിനായി നിലകൊള്ളാൻ തയ്യാറാണെന്ന സൂചനയാണ് ബോർഡ് നൽകുന്നത്. സർക്കാരും ഇതിന് തയ്യാറായി. ശബരിമല പ്രശ്നത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയിരുന്ന സത്യവാങ്മൂലം തിരുത്തി ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങളെ തകർത്തെറിയാൻ ശ്രമം നടത്തിയത് പിണറായി വിജയന്റെ ഭരണത്തിൽ കീഴിലായിരുന്നു. സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലമാണ് ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് സുപ്രീം കോടതിക്ക് പോലും തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണം. രജസ്വലരാകുന്ന സ്ത്രീകൾക്ക് മാത്രം ശബരിമലയിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം മുഴുവൻ സ്ത്രീകൾക്കും പ്രവേശനമില്ല എന്ന തരത്തിൽ തെറ്റിദ്ധാരണ സൃഷ്ടിച്ചത് പിണറായി സർക്കാരിന്റെ നിലപാടാണ്. നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന ഉത്തരേന്ത്യക്കാർക്ക് മനസ്സിലാക്കാത്ത സങ്കല്പം കോടതിയിൽ സത്യസന്ധമായി അവതരിപ്പിക്കുന്നതിൽ പിണറായി സർക്കാർ പരാജയപ്പെട്ടു. യുവതി പ്രവേശനം അനുവദിച്ചുകൊണ്ട് കോടതി വിധി വന്നപ്പോൾ ശബരിമല തന്ത്രി മുതലുള്ള ഭക്തസമൂഹം അപ്പീൽ പോകുന്നതുകൊണ്ട് വിധി നടപ്പാക്കുന്നത് നിർത്തിവെക്കണമെന്നും സാവകാശം തരണമെന്നും ആവശ്യപ്പെട്ടെങ്കിലും അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, പോലീസിന്റെ ഒത്താശയോടെ രാത്രി ഇരുളിന്റെ മറവിൽ ക്ഷേത്രത്തിൽ യുവതികളെ കടത്തിക്കൊണ്ടുവന്നതും പിണറായി വിജയന്റെയും അദ്ദേഹത്തിന്റെ ശിങ്കിടി പാടുന്ന ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ശ്രമഫലമായിട്ടായിരുന്നു. ശബരിമലയിൽ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ചപ്പോൾ നടയടച്ച് ശുദ്ധിക്രിയ നടത്തി ക്ഷേത്രത്തിന്റെ ആചാര പാരമ്പര്യം തന്ത്രി കണ്ഠര് രാജീവര് പാലിച്ചു. ഇതാണ് രാജീവർക്ക് പിന്നീട് വിനയായത്. ഇലക്ഷൻ തരംഗമുണ്ടായെങ്കിൽ അതിന് പ്രധാന കാരണം പിണറായി വിജയന്റെ ശബരിമല നിലപാട് ഉൾപ്പെടെയുള്ള കാരണങ്ങളാണ്. അതേസമയം മലയാളികളുടെ ഹൃദയവികാരത്തെ വ്രണപ്പെടുത്തിയ വിഷയത്തിൽ കേന്ദ്രം സംസ്ഥാന സർക്കാരിനെ വിലക്കിട്ടിരിക്കുന്നു.